വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ഉടൻ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം തന്നെ നടക്കും. നിങ്ങൾക്കറിയുന്ന പോലെ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കുറേയധികം മണ്ഡലമുണ്ട്. ഈ ആദ്യഘട്ടത്തിലുള്ള പോളിംഗ് സാമഗ്രികൾ ഇന്ന് വിതരണം ചെയ്യുമെന്നറിയുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും രാധാകൃഷ്ണൻ തത്സമയം ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ഒരു ചെറിയ സംശയം, ANAയിലൊക്കെ ചില ഫീഡ് വരുന്നുണ്ട് ഈ വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ. അത് ശരിക്കും വിതരണം ചെയ്ത് തുടങ്ങിയോ? എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്? തുടങ്ങി എസ്.കെ. വോട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ, തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്തു തുടങ്ങി. രാവിലെ 8 മണിക്ക് തന്നെയാണ് ഈ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു കേന്ദ്രീകൃത സംവിധാനം ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഈ വിതരണം ചെയ്യുന്ന വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഓഫീസിൽ, ഈ കേന്ദ്രീകൃത സംവിധാനമുള്ള ഓഫീസിൽ ലഭ്യമാവും. ഏതെങ്കിലും മെഷീന് കേടുപാടുകൾ ഉണ്ടെങ്കിൽ അടക്കം അത് മാറ്റി നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തുക എന്നുള്ളതാണ് ഈ ലക്ഷ്യത്തിൻ്റെ ഭാഗം. എസ്.കെ. അറിയാവുന്നതുപോലെ ഇന്ന് ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. VVPATൽ വരുന്ന വോട്ടുകൾ മൊത്തം എണ്ണണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കൃത്യതയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഈ 102 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സാമഗ്രികളെല്ലാം സമയബന്ധിതമായിട്ട് വിതരണം പൂർത്തിയാക്കും എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്താനായിട്ട് 12 മണിക്ക് യോഗം ചേരുന്നുണ്ട്. നാളെ ഏതെങ്കിലും വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ചില മേഖലകളിലൊക്കെ കൂടുതൽ, ഇപ്പോൾ ഈ ബസ്തർ മേഖല, ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയൊക്കെ നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെയാണ് ഈ ഏതാണ്ട് 39ഓളം മാവോയിസ്റ്റുകളെ നമ്മുടെ സുരക്ഷാ സേന വധിച്ചത്. ആ മേഖലയിലൊക്കെ ചില ഭീഷണികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തും. കൂടുതൽ സന്നാഹങ്ങൾ വേണമെങ്കിൽ ആ മേഖലയിലിട്ട് വിന്യസിക്കാനായിട്ടുള്ള നിർദ്ദേശവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകും. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലൊരു പരാതി ഇല്ലാത്ത വിധത്തിലാണ് ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എസ്.കെ. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. ഡൽഹിയിൽ നിന്നാണ് രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. ഒന്നാം ഘട്ട പോളിംഗ് നടക്കുന്ന എല്ലാ സ്ഥലത്തും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, 102 മണ്ഡലങ്ങളിലേക്ക് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒന്നാം ഘട്ട പോളിംഗ് ആണ്. എല്ലാവരും വോട്ട് ചെയ്യണം. എനിക്കറിയാം, തമിഴ്നാട് പോലെ നാളെ ഒന്നാം ഘട്ട പോളിംഗ് നടക്കുന്ന, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മലയാളി സുഹൃത്തുക്കളുണ്ട്. മഹാരാഷ്ട്രയിലുണ്ട്. ലക്ഷക്കണക്കിന് മലയാളി സ്നേഹിതർ ചേക്കേറിയ സ്ഥലങ്ങളാണിതൊക്കെ. അവിടെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ ഈ ഉത്സവം നമ്മൾ ശരിക്കും ആഘോഷിക്കണം. കൃത്യസമയത്ത് പോയി നമ്മൾ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്ത് മടങ്ങി നമ്മുടെ ജനാധിപത്യ അവകാശം അവിടെ രേഖപ്പെടുത്തി മടങ്ങിപ്പോരണം. 5 കൊല്ലത്തിലൊരിക്കൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭരണഘടനാപരമായ അവകാശമാണ് ഇന്ത്യൻ പൗരന് വോട്ട് ചെയ്യാതെ മാറി നിൽക്കരുത്. നമ്മുടെ ഒരു വോട്ട് പോലും ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായി മാറും.